അശാന്തമായ മിഡിൽ ഈസ്റ്റിൽ ദിനംപ്രതി കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന സംഘർഷ വാർത്തകളുടെ കാരണങ്ങൾ തേടുമ്പോൾ പലപ്പോഴും മതവും, വംശവും, വർഗവും, രാഷ്ട്രീയവും, ഭൂമിശാസ്ത്രവും, പ്രതിരോധവും, വിമോചനവും അടക്കമുള്ള ധാരാളം ഘടകങ്ങൾ നിഷ്കളങ്കമായി നമ്മുടെ മുന്നിൽ നിരത്തപ്പെട്ടേക്കാം. എന്നാൽ നൂറ്റാണ്ടുകളായി നിഗൂഢത ആവരണം ചെയ്ത് ആ പ്രദേശത്തെ വലിഞ്ഞു മുറുക്കുന്ന ഒരു വന്യമായ പ്രത്യയശാസ്ത്ര അധിനിവേശ സ്വപ്നം എന്ന യഥാർത്ഥ കാരണം തിരശീലയ്ക്ക് പിന്നിൽ നിലയുറപ്പിക്കാറാണ് പതിവ്. അതാണ് പരസ്യമായ രഹസ്യമായ സ്വാർത്ഥതയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന ദ ഗ്രേറ്റ് ഇസ്രായേൽ അധിനിവേശ സ്വപ്നം അല്ലെങ്കിൽ പദ്ധതി. ഇന്ന് അവശിഷ്ട പാലസ്തീനിൽ നടക്കുന്ന വംശഹത്യ മുതൽ സിറിയയുടെ ശിഥിലീകരണം വരെ, ലബനാനിലെ അധിനിവേശം മുതൽ ഇറാനിലെ കടന്നാക്രമണം വരെ, ഈജിപ്തിനെയും ജോർദാനെയും നിശബ്ദമാക്കിയത് മുതൽ അറബ് രാജ്യങ്ങളെ അവിശുദ്ധ സഖ്യത്തിലേക്ക് ക്ഷണിക്കുന്നത് വരെ, അങ്ങനെ ബഹുമുഖമായി ഒളിഞ്ഞും തെളിഞ്ഞും ലോകശക്തികളുടെയും ആഗോള മുതലാളിത്ത സയനിസ്റ്റ് ലോബികളുടെയും അനുഗ്രഹ ആശീർവാദത്തോടു കൂടിയും അശാന്തിയായി പടരുന്ന വന്യമായ പദ്ധതിയുടെ തണുത്ത രക്തം പൊടിയുന്ന പടവുകളിലേക്ക് നമുക്ക് ഒന്നിരിക്കാം. ലോകത്ത് കാലുകുത്താൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാതെ നാസികളാലും മറ്റ് യൂറോപ്യൻ ശക്തികളാലും ആട്ടി ഓടിക്കപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് ജീവിതം ചോദ്യചിഹ്നമായിരുന്ന കാലത്ത് പോലും തീവ്ര ജൂത ചിന്താഗതിക്കാരുടെ മനസ്സിൽ വിത്തായി കിടന്ന ഈ സ്വപ്നത്തിന്റെ ആശയം അവരിലേക്ക് ഒരു ഉന്മാദം പോലെ പകർന്നു കിട്ടിയത് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറയിൽ ദൈവം നടത്തിയ ഒരു വാഗ്ദാനത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാം അധ്യായത്തിലെ 18 മുതലുള്ള വചനങ്ങളിൽ യഹൂദന്മാരുടെ വിശ്വാസ പിതാവായ അബ്രഹാമിനാണ് ദൈവം ഈ വാഗ്ദാനം നൽകുന്നത്. അത് ഇങ്ങനെ വായിക്കാം: നൈൽ മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള ഈ ഭൂമി ഞാൻ നിന്റെ സന്തതികൾക്ക് നൽകിയിരിക്കുന്നു. ലോകത്തിന് ഇത് വെറും ഒരു ഗ്രന്ഥവചനമായിരുന്നെങ്കിൽ യഹൂദൻ അതൊരു ജീവിത ലക്ഷ്യമായിരുന്നു. ഈ ആശയം എങ്ങനെയാണ് പശ്ചിമ ഏഷ്യയെ തകിടം മറിച്ചു കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ ഈ വാഗ്ദത്ത ഭൂമിയുടെ അതിരുകൾ മാത്രം പരിശോധിച്ചാൽ മതി. ഇതൊരു ഭൂപടത്തിലേക്ക് നോക്കും. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ലബനാൻ, സിറിയ, ജോർദാൻ, ഇറാൻ, കുവൈറ്റ്, സൗദി അറേബ്യയുടെ ഒരു ഭാഗം, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശമാണ് തങ്ങൾക്ക് ദൈവീക വാഗ്ദാനമായി ലഭിക്കേണ്ടതെന്ന വന്യമായ ചിന്തയിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ഒളിഞ്ഞു കിടപ്പുണ്ട്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നാളെയെപ്പറ്റി യാതൊരു പ്രതീക്ഷയുമില്ലാത്ത കാലത്തു പോലും പ്രത്യാശയോടെ അവർക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ആശയത്തെ ഒരു രാഷ്ട്രീയ അവകാശവാദമായി അടിത്തറ രൂപപ്പെടുത്തുന്നത് 1898-ൽ സിയോണിസത്തിന് പ്രത്യയശാസ്ത്ര സിദ്ധാന്തമൊരുക്കിയ തിയോഡോർ ഹെർസൽ തന്നെയായിരുന്നു. അയാൾ ഇങ്ങനെ എഴുതി: അറബികളെ നാം അതിർത്തിക്കപ്പുറത്തേക്ക് തുരുത്തണം. ആ അതിർത്തി ഈജിപ്തിന്റെ നൈൽ മുതൽ ഇറാഖിന്റെ യൂഫ്രട്ടീസ് വരെ ആയിരിക്കും. ഈ ആശയത്തിൽ ഊന്നിക്കൊണ്ട് കഠിനമായ പ്രയത്നങ്ങളിലൂടെയും പദ്ധതികളുടെയും ഗൂഢാലോചനകൾ വഴിയും 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉരുതിരിഞ്ഞ ജൂത അനുഭാവവും സമം ചേർത്ത് ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ക്രൈസ്തവ സയനിസ്റ്റ് ലോബികളുടെ സഹായത്തോടെ പാലസ്തീനികളെ അഭയാർത്ഥികളാക്കി അവരുടെ ഭൂമി വെട്ടിമുറിച്ച് യഹൂദരാഷ്ട്രമായ ഇസ്രായേൽ സ്ഥാപിതമായപ്പോൾ യഹൂദർ അവരുടെ ലക്ഷ്യം നേടിയെന്ന് ലോകം വിശ്വസിച്ചു. എന്നാൽ സ്വയം പ്രതിരോധത്തിന്റെയും നിലനിൽക്കാനുള്ള അവകാശവും ചൂണ്ടിക്കാണിച്ച് അവശിഷ്ട പാലസ്തീൻ പ്രദേശങ്ങളിലേക്കും സിറിയയിലും ഈജിപ്തിലും ലബനാനിലും അതിർത്തികളിലേക്കും അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തി കടന്നു കയറിയപ്പോൾ ഇസ്രായേലിന്റെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള അതിർത്തി വികാസമാണോ ഇത് എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ അതിനെയെല്ലാം ആന്റി സെമിറ്റിസത്തിന്റെയും ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെയും നിഴലിൽ നിർത്തി അവർ പ്രതിരോധിച്ചു. പക്ഷേ 1982-ൽ ഹോളോകോസ്റ്റിനെ അതിജീവിച്ച ഇഷ്മായേൽ ഷഹാഖ് എന്ന ഗ്രന്ഥകാരൻ നിശബ്ദമായി അശാന്തി വിതച്ചുകൊണ്ട് തങ്ങളുടെ വാഗ്ദത്ത അതിർത്തികളിലേക്ക് ഇസ്രായേൽ എന്ന രാജ്യത്തെ വ്യാപിപ്പിക്കുന്നതിന്റെ ഏരിയൽ ഷാരോൺ വിഭാവനം ചെയ്ത ഇനോൻ പദ്ധതി എന്ന ഗ്രേറ്റ് ഇസ്രായേൽ വാഗ്ദത്ത പരീക്ഷണത്തിന്റെ പരിഷ്കരിച്ച പതിപ്പിനെ കുറിച്ചുള്ള ഹീബ്രു രേഖ ഇംഗ്ലീഷിലേക്ക് പരസ്യപ്പെടുത്തി ലോകത്തെ ഞെട്ടിച്ചു. ഈ രേഖ പ്രകാരം ഈ പദ്ധതിയുടെ കാതൽ വളരെ ലളിതവും എന്നാൽ അതിഭീകരവുമായിരുന്നു. ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളെ ശിഥിലമാക്കുക, ലബനാൻ, സിറിയ, ഇറാഖ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളെ മതവംശീയ വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക, അതുവഴി ഒരു ശക്തമായ അറബ് രാഷ്ട്രവും ഇസ്രായേലിനെ വെല്ലുവിളിക്കാത്ത ഒരു അവസരം സൃഷ്ടിക്കുക. ഒടുവിൽ ആ ശൂന്യതയിൽ ഒരു പ്രാദേശിക മേധാവിത്വ ശക്തിയായി ഇസ്രായേൽ വളരുകയും അവരുടെ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കുകയും ചെയ്യാം. ഇറാഖിനെ ഒരു ഷിയ രാഷ്ട്രം, ഒരു സുന്നി രാഷ്ട്രം, ഒരു കുർദിഷ് രാഷ്ട്രം എന്നിങ്ങനെ വിഭജിക്കണമെന്ന് ഈ രേഖയിൽ ഉണ്ടായിരുന്നു. 2003-ലെ US അധിനിവേശത്തിന് ശേഷം ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്.
സ്ഥിരമായി ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഷിയ രാജ്യമായ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിന്റെ പര്യവസാനം എന്താകുമെന്ന് ഈ പദ്ധതിയുമായി കൂട്ടി വായിക്കുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ രേഖകൾ പുറത്തു വന്നതോടുകൂടി വ്യാപകമായ വിമർശനങ്ങൾ കടുക്കുകയും സയനിസ്റ്റ് ലോബി പ്രത്യക്ഷത്തിൽ ഉൾവലിയുകയും ചെയ്തു. എന്നാൽ ഗൂഢാലോചനകൾ കൃത്യമായി അണിയറയിൽ നടന്നുകൊണ്ടേയിരുന്നു. ദൃശ്യ ശ്രവണ മാധ്യമങ്ങളെല്ലാം യഹൂദ ലോബിയുടെ ചൊൽപ്പടിയിലായതിനാൽ പലപ്പോഴും ശക്തമായ പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ ലോകത്തിന്റെ ശ്രദ്ധ ഇതിൽ നിന്ന് അകറ്റി നിർത്തി. ഒരു ഇടവേളയിൽ ശക്തമായ ഇടത് ലിബറലുകളുടെ ഭരണത്തിൽ പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ഓസ്ലോ കരാർ ഈ പദ്ധതിയെ അട്ടിമറിക്കുമോ എന്ന് സംശയിച്ച വലതുപക്ഷക്കാർ തങ്ങളുടെ സ്വപ്നത്തിന് വിഘാതമാകുന്ന സമാധാന ഉടമ്പടിക്ക് ചുക്കാൻ പിടിച്ച സ്വന്തം പ്രധാനമന്ത്രിയെ വധിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി കൊടുത്തത്. അതിനുശേഷം ഭരണകൂടത്തിലും സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലും പിടിമുറുക്കിയ വലതുപക്ഷം ശക്തമായി തന്നെ ഈ പദ്ധതിയെ മുന്നോട്ട് നീക്കി. അതിൽ പ്രധാനിയായ നെതന്യാഹുവാണ് ഇന്നത്തെ പ്രധാനമന്ത്രി എന്നത് സമകാലിക കാലുഷ്യത്തിന്റെ അടിത്തറയാണ്. ഇതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങിയ ലോകക്രമവും അതിൽ പ്രധാനമായി ട്രംപിന്റെ സ്ഥാനാരോഹണം കൂടിയായതോടെ പദ്ധതിയുടെ രഹസ്യാത്മകത കൈവിടുകയും ഒരു വെല്ലുവിളി എന്നോണം ലോകത്തോട് വിളിച്ചു പറയാനും തുടങ്ങി. അതിന്റെ ആദ്യഘട്ടം 3 അബ്രഹാമിക പാരമ്പര്യങ്ങൾക്കും പേരുള്ള ജെറൂസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി ട്രംപ് അംഗീകരിച്ചതോടു കൂടിയാണ്. ഒക്ടോബർ 7 ദുരൂഹമായ ഹമാസ് ആക്രമണം സയനിസ്റ്റുകൾക്ക് വീണ് കിട്ടിയ ശക്തമായ പ്രചരണ ആയുധമായി. അതോടെ അധിനിവേശം ഒരു അവകാശം എന്നോണമുള്ള പ്രവൃത്തികളും പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും വ്യാപകമായി. നെതന്യാഹുവിന്റെ കൈപിടിച്ച് വയോധികനായ ഒരു പ്രശസ്ത ജൂത റബ്ബി ഈ പദ്ധതി ദ്രുതഗതിയിൽ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചത് പരസ്യമായി ക്യാമറയ്ക്ക് മുന്നിലാണ്. അതിൽ തുടങ്ങി ഒക്ടോബർ 7 ഹമാസിനെ പിന്തുണച്ച ഇറാൻ പ്രോക്സി ഹിസ്ബുള്ളയെ തുരുത്താൻ എന്ന പേരിൽ മുമ്പ് അവരോട് തോറ്റു പിൻവാങ്ങിയ ദക്ഷിണ ലെബനാനിലേക്ക് അധിനിവേശം വ്യാപിപ്പിച്ചു. അതുപോലെ അസദിനെ വീഴ്ത്തി സിറിയയിൽ വിമത സംഘം ഭരണം പിടിച്ചപ്പോൾ അവരുടെ ആയുധപുരകൾ മുഴുവൻ ബോംബിട്ടുകൊണ്ട് അവിടെ നിന്നുള്ള ഭീഷണികൾ മുളയിലേ നുള്ളി. യുഎനിൽ 2025 പാലസ്തീൻ എന്ന പ്രദേശമില്ലാതെ ഭൂപടം പ്രദർശിപ്പിച്ച നെതന്യാഹു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ദർശനം തന്റെ നിയോഗവും ആത്മീയ ദൗത്യവുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെ വെല്ലുവിളിച്ചു. ധനമന്ത്രി സ്മോട്രിച്ച് ഒരു പടി കൂടി കടന്ന് ജെറൂസലേമിന്റെ ഭാവി ദമാസ്കസിലേക്ക് വ്യാപിക്കുക എന്നതാണെന്ന് ഭ്രാന്തമായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻവശത്ത് തൂക്കിയിട്ടിരുന്ന ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ജോർദാനും ഉൾപ്പെട്ടിരുന്നു. തീവ്ര വലതുപക്ഷ ജൂയിഷ് പവർ ലീഡറും നാഷണൽ സെക്യൂരിറ്റി മന്ത്രിയുമായ ഇതാമർ ബെൻഗിർ പുതിയ ജൂത കുടിയേറ്റക്കാരോട് പാലസ്തീനികളെ എത്രയും വേഗം പുറന്തള്ളാൻ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്താൻ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് യാർ ലാപ്പിഡ് തോറയിലെ അതിർത്തികളിൽ ഞങ്ങൾക്ക് ആശയക്കുഴപ്പമില്ല എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞു. നച്ചാല സെറ്റിലർ മൂവ്മെന്റ് ലീഡറും മുൻ കെത്തൂമി മേയറുമായ ഡാനിയല വെയിൽസ് വേദഗ്രന്ഥപരമായ വാഗ്ദത്ത അതിർത്തികൾ യൂഫ്രട്ടീസ് മുതൽ നൈൽ വരെയാണെന്നും ഗാസ, ലബനാൻ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സെറ്റിൽമെന്റുകൾ വ്യാപിപ്പിക്കണമെന്ന ആവശ്യവുമായി ഗോഡ് മദർ ഓഫ് സെറ്റിലർ മൂവ്മെന്റ് സ്ഥാപിച്ച് പരസ്യമായി പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ ട്രംപ് സർക്കാരിലെ US ഇസ്രായേൽ അംബാസിഡർ മൈക്ക് ഹക്കബി ബൈബിൾ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വിപുലീകരണം സ്വാഭാവികമാണെന്ന് പൊതുവേദിയിൽ ആവർത്തിച്ച് വലതുപക്ഷ ജൂതന്മാരുടെ കയ്യടി നേടിയ ക്രിസ്ത്യൻ സയനിസ്റ്റുകളിൽ പ്രധാനിയാണ്. ക്രിസ്ത്യൻസ് യുണൈറ്റഡ് ഫോർ ഇസ്രായേൽ ഫൗണ്ടറായ ജോൺ ഹാഗി, പാറ്റ് റോബിൻസൺ, ജെറി ഹാൽവെൽ, ഹാൽ ലിൻഡ്സെ തുടങ്ങിയ ക്രൈസ്തവ സയനിസ്റ്റുകൾക്കും ഇതേ നിലപാടാണുള്ളത്. യേശുവിന്റെ 2ാം വരവിന് ഇത് അനിവാര്യമാണെന്ന് അവർ വാദിക്കുന്നു. അതായത് മേഖലയെ അസ്ഥിരപ്പെടുത്തി മേധാവിത്വത്തിലൂടെ തങ്ങളുടെ സ്വപ്ന പദ്ധതി നടപ്പാക്കുന്ന മെല്ലെപ്പോക്ക് നയമല്ല ഇനി പിന്തുടരുക, മറിച്ച് കീഴ്പ്പെടുത്തി സ്വന്തമാക്കുക എന്ന വന്യമായ പ്രാകൃത നയമാണ് ഭാവിയിൽ പ്രാവർത്തികമാക്കുക എന്നതിന്റെ സൂചനയാണ് ഇവരുടെ എല്ലാം പരസ്യ പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും. ഇതിനെല്ലാം ഉപരി നാസികൾ ആര്യവംശത്തെ തേടി ലോകം മുഴുവൻ നരവംശ ഗവേഷകരെ അയച്ച് അങ്ങനെ കണ്ടെത്തുന്ന ആര്യവംശജരെ ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന യൂജനിസിസ് വംശീയ പദ്ധതിക്ക് സമാനമായി യഹൂദവംശത്തെ ലോകത്ത് തിരയുന്ന ഷെവേ ഇസ്രായേൽ എന്ന സംഘടന നടത്തിയിരുന്ന പദ്ധതികളും പുനരാരംഭിച്ചിരുന്നു. മുമ്പ് എത്യോപ്യയിൽ നിന്ന് 84-ലും 91-ലും ഓപ്പറേഷൻ മോസസ്, സോളമൻ എന്നീ ദൗത്യങ്ങളിലൂടെ ഡാൻ ഗോത്രത്തിന്റെ വംശത്തെ ഇവർ ജെറൂസലേമിലേക്ക് എത്തിച്ചിരുന്നു. തെക്കേ ആഫ്രിക്കയിലെ ലംബ ജനതയും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും പഷ്തൂൺ വിഭാഗങ്ങളിലും ഇവരുടെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ലംബ ജനതയ്ക്ക് യഹൂദ DNA ആണെന്ന് അവർ അവകാശപ്പെടുന്നുമുണ്ട്. മുമ്പ് ഇന്ത്യയിൽ സംശയാസ്പദമായതിനാൽ ഗവൺമെന്റ് അടച്ചുപൂട്ടിയ ഹിബ്രു പഠന സ്ഥാപനങ്ങളുടെ മറവിൽ നടത്തിയ പഠനങ്ങളിൽ മണിപ്പൂരിലെ കുക്കി വംശജരിൽപ്പെട്ട ബെനെ മെനാഷികളെ
അവർ കണ്ടെത്തുകയും ഈ അടുത്ത് അവരെ ഇസ്രായേലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. യൂറോപ്പിലും അമേരിക്കയിലും സ്ഥിരതാമസമാക്കിയ ജൂതന്മാരെ കൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പദ്ധതിക്ക് വേണ്ട ജനസംഖ്യ രൂപീകരിക്കാനോ അതിനുവേണ്ട ത്യാഗം സഹിക്കാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഈ പഴയ പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുത്തത്. ഇവരെ വെസ്റ്റ് ബാങ്ക്, അധിനിവേശ ദക്ഷിണ ലെബനാൻ, ഗോലാൻ മേഖലകളിലാണ് നിയോഗിക്കുന്നത്. അപകടം പിടിച്ച മേഖലകളിൽ ഇവരെ കുടിയേറ്റത്തിന് നിയോഗിക്കുക വഴി ജനസംഖ്യ വർദ്ധിപ്പിക്കാനാണോ അതോ വിശാല വാഗ്ദത്ത പദ്ധതിക്ക് ബലി കൊടുക്കാനാണോ എന്നത് വരും കാലങ്ങളിൽ അറിയാം. എന്നാൽ വലിയൊരു വിഭാഗം യഹൂദരും അമേരിക്കൻ ജനതയും ലോകവും ഈ പദ്ധതിയിൽ യാഥാർത്ഥ്യബോധം ഇല്ലാത്തതും അപകടകരവും, ഒരു വേള അറബ് മുസ്ലിം ഭീതി വളർന്ന് അത് ഇസ്രായേൽ എന്ന അസ്തിത്വം തന്നെ ഇല്ലാതെയാക്കുമെന്ന നിലപാടിൽ ഇതിനെ എതിർക്കുന്നുമുണ്ട്. പക്ഷേ മേൽക്കൈ അപ്പോഴും സയൻസ് ലോബിക്കുള്ളതാണ്. മേഖലയിൽ ശക്തിയാവുമെന്ന് വിശ്വസിക്കുന്ന ഇറാനെ അമേരിക്ക ആക്രമണം നിർത്തിയാലും ഞങ്ങൾ ആക്രമിച്ചു തീർക്കുമെന്ന് പറയുന്ന അറബ് രാജ്യങ്ങളെ അബ്രഹാം കരാറിന്റെ മായാവലയത്തിൽപ്പെടുത്തി നിഷ്ക്രിയമാക്കുന്ന ഇസ്രായേൽ സയൻസ് രാജ്യത്തിന്റെ ഇത്രയും വ്യക്തവും ശക്തവുമായി മുന്നോട്ട് വെക്കുന്ന അധിനിവേശ പദ്ധതി ഓരോ നീക്കത്തിലും നിറഞ്ഞു നിന്നിട്ടും ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ അതിന് ഇടതടവില്ലാതെ ഓശാന പാടിയിട്ടും രാഷ്ട്രമീമാംസം വിഴുപ്പലക്കുന്ന വിദഗ്ധർ പശ്ചിമേഷ്യയിലെ കനൽ കെടാത്തതിന്റെ കാരണം തിരയുന്നത് എന്തിനു വേണ്ടിയാണ്? ആരെ ബോധിപ്പിക്കാൻ വേണ്ടി?